ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടിക്കറിയാണ് കേട്ടോ. അതിനാദ്യമായി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്തെടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ശേഷം ആ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചകുത്ത് മാറുന്നത് വരെ ചൂടാക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് അതും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഞാനിവിടെ 1 കിലോ ബോട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വേവിക്കാനുള്ള ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ വറുത്തു മാറ്റി വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേപ്പില, 3 സവാള നീളത്തിൽ അരിഞ്ഞത്, 5-6 പച്ചമുളക് അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി ചതച്ചത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഞാനിവിടെ കുറച്ചും കൂടി വേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ശേഷം നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് വീണ്ടും മിക്സ് ആക്കുക. ഇനി കുക്കർ അടച്ച് ഒരു 13 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്തോട്ട് വെക്കണം കേട്ടോ. 13 വിസിൽ വന്നതിന് ശേഷം കുക്കറിലെ എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ അത് തുറന്നു നോക്കാൻ. അപ്പോൾ നമ്മുടെ ബോട്ടി ഇവിടെ നല്ലോണം തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ സ്പൂണോ കയ്യിലോ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം. ഇനി ഈ കറി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് അടുപ്പത്തോട്ട് വലിയൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. ചൂടായി തുടങ്ങുമ്പോൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല, അല്പം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കണം. ഒന്ന് വറ്റി വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം കുറച്ച് മാറ്റി വയ്ക്കുക. ശേഷം മറ്റൊരു ചെറിയൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്തോട്ട് വയ്ക്കുക. പാത്രം ചൂടായി വന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആവാറാകുമ്പോൾ അതിലേക്ക് അല്പം വേപ്പില ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കുക. ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.